let it become a sanctuary this night. അതൊരു ദൈവത്തിന്റെ ഒരു യാഗപീഠമായി മാറട്ടെ, ഒരു പ്രാർത്ഥന ഭവനമായി മാറട്ടെ, ദൈവ സാന്നിധ്യം രുചിച്ചറിയുന്ന ഒരു രാത്രികാലമായി മാറട്ടെ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. Pastor Lordson and Albert, thank you for joining us. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. We thank God for your life and the ministry that you're doing. May the good Lord bless you. Amen. Praise the Lord. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ദൈവസഭയോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരത്തിന് ഞാൻ കർത്താവിന് എല്ലാ മഹത്വവും കരയറ്റുകയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഈ പുതുവർഷത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ കാണുവാൻ, നിങ്ങളെ കർത്താവിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ സ്വർഗം നൽകി തന്ന ഈ നല്ല അവസരത്തിന് പ്രത്യേകാൽ ഞാൻ ക്രിസ്തുവിൽ വളരെയധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ സതീഷ്, തൻ്റെ കുടുംബം, തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സഭ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ നന്ദിയും വന്ദനത്തെയും പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. എന്നോട് ചേർന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പറഞ്ഞതുപോലെ ബ്രദർ ആൽബർട്ട് കീബോർഡിൽ നമ്മെ സഹായിക്കുവാൻ നമ്മോട് കൂടെയുണ്ട്. എപ്പോഴും കൂടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ക്ലിൻ്റ് ആയിരുന്നു. എന്നാൽ തനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തനിക്കിത് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ. ഈ പുതുവർഷത്തിലും നമുക്കുറപ്പാണ് വിശ്വസ്തനായ കർത്താവ് കൃപകളെ, വരങ്ങളെ നമ്മുടെ മേൽ പകർന്ന് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു വാക്യമാണ്. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സകലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. നാം നിന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ഇതുവരെയും തുടരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. തൻ്റെ ദയ ഓരോ ദിവസവും പുതിയതാണ്. അത് ഓരോ ദിവസവും നമ്മെ അതിശയകരമായി വഴി നടത്തുകയാണ്. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പറയുമ്പോൾ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചിട്ട് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ, ഞങ്ങളെ പരിപാലിച്ച ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് കർത്താവേ, ഈ സന്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവേ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സഭ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം മഹത്വം ഓരോ നിമിഷവും അനുഭവിക്കേണ്ടതിനും കർത്താവിങ്കിൽ നിന്നും അതിശക്തമായ ദൈവകൃപകൾ പ്രാപിക്കേണ്ടതിനും കർത്താവെ, നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എത്ര പേര് പറയും, യേശുവേ, ഒരു യോഗ്യതയും ഇല്ലാത്ത ഇടത്തു നിന്നാണ് കർത്താവ് ഞങ്ങൾ ഇതുവരെ കൊണ്ടുവന്നത്. ഞങ്ങൾ ആരും കരുതിയതല്ല, ഞങ്ങൾ നനച്ചതല്ല, ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമാണ് കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾ. ഈ നിമിഷവും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിയുമ്പോൾ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച കർത്താവിന് നന്ദി പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവരും ആരും മൗനമായിരിക്കരുതേ, ആരും മൗനമായിരിക്കരുതേ. ഇന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മാന്യ ദൈവ മക്കളും ഒരു നിമിഷം ആ കണ്ണുകളെ അടച്ച് അതരങ്ങൾ ചലിപ്പിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. കുടുംബമായി തിരുസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് സഭയ്ക്ക് അനുഗ്രഹമാക്കി ദൈവം നമ്മെ നിർത്തി, ദേശത്തിനൊരു വിടുതലാക്കി കർത്താവ് നമ്മെ നിർത്തി. തകർന്നു പോകാതെ, വഴിയിൽ ഉപേക്ഷിക്കാതെ ആ കർത്താവ് നമ്മെ ഇത്രത്തോളം വഴി നടത്തിയിരിക്കുന്നു. ആ ദൈവത്തിന് നന്ദി പറഞ്ഞേ, കർത്താവിന് നന്ദി പറഞ്ഞേ. കഴിഞ്ഞ 2020-21 കാലങ്ങൾ ഈ ലോകത്തിൽ അനേകരും മാറ്റപ്പെട്ടപ്പോഴും സ്വർഗം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവിക പദ്ധതി ഇനിയും നമ്മിൽ തുടരുന്നത് കൊണ്ടാണ്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് പറയുമ്പോൾ കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. റഖാനബാന ഹൽദർ ഖമനഘടക വൈശർമനറിയാം തേരിയാം. ഓരോ നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല. എല്ലാവരും ഒന്ന് ചേർന്ന് പാടാൻ പോവാക്ക്. ഒരു നാളും ഉപേക്ഷിക്കില്ല,
വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. പാടുമോ വാക്ക്? ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. ഹൃദയം നിറഞ്ഞ ഇന്നയോളം എന്നെ നടത്തി. നന്ദിയോടെ ഓർത്തേ, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പാടാമോ ഇങ്ങനെ? എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, പരിശുദ്ധനെ, ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താൽ വലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനോഭാരത്താൽ വലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. പാടാമോ? ഇന്നയോളം, ഇന്നയോളം എന്നെ നടത്തി. എല്ലാവരും ചേർന്നൊന്ന് പാടിയ വാക്ക്. ഇന്നയോളം എന്നെ പുലർത്തി. കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ചേർന്ന്, ഇന്നയോളം എന്നെ നടത്തി. ആമേൻ. ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പാടുമോ? യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹൃദയം നിറഞ്ഞെന്ന് പറഞ്ഞ വാക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ ഒന്ന് പാടാമോ ഇങ്ങനെ? ഒരു നാളും കൈ വിടില്ല,
നാളും ഉപേക്ഷിക്കില്ല. ആമേൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ആ വാക്കുകൾ ചേർന്ന് പാടാമോ? ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ചില സമയങ്ങളെ കർത്താവിന് നന്ദി പറഞ്ഞേ, എല്ലാ നാവുകളെയും ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞു, കർത്താവേ വിശ്വസ്തനെ, ആരാധ്യനെ, നല്ലവനെ, വല്ലഭനെ, ഈ രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുകയാണ്. വീഴാതെ വണ്ണം ഞങ്ങളെ നിർത്തിയത്, ആനന്ദത്തോടെ ഞങ്ങളെ നിർത്തിയത്, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ഞങ്ങളെ സൂക്ഷിച്ചത്, ഞങ്ങളെ അഭിഷേകം ചെയ്തത്, ഞങ്ങളെ നിറച്ചത്, ദൈവകൃപയിൽ ഞങ്ങളെ വഴി നടത്തുന്നത് ഞങ്ങളുടെ സർവശക്തനായ ദൈവമാണ്. കഴിയുമ്പോൾ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത്, കുടുംബമായ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത്, അന്യഭാഷ വരം ലഭിച്ചവരാണോ? ചില സമയങ്ങളൊന്ന് അന്യഭാഷകൾ ദൈവത്തോടൊന്ന് സംസാരിച്ച്, ആത്മാവിൽ ദൈവത്തോടൊന്ന് സംസാരിച്ച്, ആത്മാവിൽ ദൈവത്തോടൊന്ന് ഇടപെട്ട്, റബന ഹദരബന കടകൾ ഋഗദിരിമിനി ആംശാന്തരിമിനി ഹൽമനെ റീകാരബാന ഹൽമ റീബൽ ശാന്തരാനിയ ഹർത്തരെ റീബർ കമന കടകരാം തേരി പരിശുദ്ധനേ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എല്ലാവരും ചേർന്ന് പാടാമോ? എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഈ രാത്രിയിലും ജയം നൽകുന്നവൻ, സർവശക്തൻ, മനസ്സ് തകർന്നവരെ പണിതെടുക്കുന്നവൻ,
രാജാതി രാജാവ്, കർത്താതി കർത്താവ്, സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഭവനങ്ങൾക്കകത്ത് നിറയുകയാണ്, ഭവനങ്ങൾക്കകത്ത് നിറയുകയാണ്. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ. വിളിച്ചു പറ, എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം സർവശക്തൻ. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഓ അപ്പാ, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. We worship you, Lord. We praise you, Lord. Hallelujah പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും? എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ, എന്റെ കർത്താവിനെ ആരാധിക്കുവാൻ ഒരു പുതിയ കാരണം എനിക്ക് വേണ്ട, ഒരു പുതിയ കാരണം എനിക്ക് വേണ്ട. കഴിഞ്ഞ നാളുകളിൽ അവൻ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത, അവൻ നമ്മെ മാനിച്ച വിധങ്ങളെ ഓർത്ത ഈ നാവുകൾ അടങ്ങിയിരിക്കുകയില്ല. ഈ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങും. നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സ്തുതി സ്തോത്രങ്ങൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങും. എന്തെന്നാൽ ജയോത്സവമായ അധികാരത്തോടുകൂടെ കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ വഴി നടത്തുകയാണ്. ഇന്നും തോറ്റുപോകാതെ, ഹല്ലേലൂയ, തകർന്നു പോകാതെ, വീണു പോകാതെ തന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കകത്ത് സൂക്ഷിച്ച വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് കഴിയുമോ? സഭ ചേർന്ന കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച് എല്ലാ മഹത്വവും കർത്താവിനെന്ന് കൊടുത്തേ. ഹർത്തനമന ഘടകൽ റിബൽ കമന ഘടക വൈശർമനാറിയ ആർത്തർ തിരേറി യാംതേരിബൽ കമനോ യാംശാന്തരി എല്ലാ കരങ്ങളെയും തട്ടി കർത്താവിനെ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഓ ചേർന്ന് പാടാമോ ഇങ്ങനെ? വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ചെറുപാടുമോ? ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. വിശ്വാസത്തോടെ യെരിഹോമതിലിടിയും അത്ഭുതങ്ങൾ നടക്കും. ഓ യെരിഹോമതിലിടിയും അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസത്തോടെ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി അധികാരത്തോടെ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും.
യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർ. വിശ്വാസത്തോടെ ഇങ്ങനെ പാടാമോ? ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാം. ആമേൻ. യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചു. അധികാരത്തോടെ സന്തോഷത്തോടെ ചേർന്ന് പാടുമോ? വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. യെരിഹോ മതിലിടിയും അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിലിടിയും അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർ. ആമേൻ. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഓ യേശുവിൻ സ്നേഹത്തെ അപ്പാ എങ്ങനെ ഞാൻ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ആമേൻ ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ വല്ലഭനാം യേശുവേ. ആമേൻ. ഈ രാത്രി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി. ഓ ആമേൻ ആമേൻ. ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാം. ഓ യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കി. ആമേൻ ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ
ഈ രാത്രിയിൽ ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ഈ പ്രാരംഭ ദിനത്തിൽ ഉറപ്പോടെ ശക്തിയോടെ നമ്മെ നിർത്തിയ സ്നേഹവാനായ കർത്താവിന് എല്ലാം മഹത്വം കരയേറ്റിക്കൊണ്ട് കുടുംബങ്ങളൊക്കെയും ഇരുക്കാലങ്ങളെ തട്ടി വായന തുറന്ന ദൈവത്തെ സ്തുതിച്ച് യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തി. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ ആമേൻ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, പെറ്റ നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, താഴ്ത്തി എന്നെ കരത്തിൽ വച്ചു ജീവപാതെ എന്നും ഓടും ഞാൻ. ഓ താഴ്ത്തി എന്നെ കരത്തിൽ വച്ചു ജീവപാതെ എന്നും ഓടും ഞാൻ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതം, യേശുവെന്ന നാമമേ ഓ എന്നാത്മാവിൻ ഗീതമേ, ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. വിശാഖരേ ഖാനാരേ റിദരേ രിഷാ വേബാനാരംബേ ലിക്കേരിദേ വേബാനരേ ശതരേ വേഖാനേ ആമേൻ. ദേലഗരന്തല ബൗഡവരന്ദ വരന്ദം മാനഗരീലഗരേ അന്തല ബൗഡവരന്ദല ബൗഡവരന്ദല ഗരഗരേ ഗരഗരേ അന്തമല ഗരഗരേ ഗരഗരേ തുടഗല ഗര ബൗഡേരി വീരവരന്ദല ബൗഡ അന്തോലവരന്ദല ബൗഡേരി വീരാബാന ഹന്ദാബാന ജാബാന തേരി ഹത്തുരിയന്ദല ബൗഡൽ കന്ദര വീരവരം ജബലം തേരി അന്തമല ഗരഗരേ ഗരഗരേ തുടമല ഗരഗരേ ഗരഗരേ അന്തല ബൗഡവരം ദർബാനം തീരം തേരി ഗരം തേരി വീരാബാന ഹന്ദാബാന ജാബാന താരി വേഗാബാനേ തേരി കേലിക്കല ബൗഡവരം തേരി ഗരഗരേ തേരി വരവംശ അന്തേരാബാന ഹന്ദാബാന ഹന്ദല ബൗഡവരം തേരി ഓടവരന്ദല ബൗഡാബാനേ ഹന്ദാനി ഗരഗരേ അന്തമല ഗരഗരേ ബൗഡേ. ആത്മാവ് ദൈവത്തെ സ്തുതിച്ചാണ്, ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ രാത്രിയിലും ഈ പ്രാരംഭത്തിലും അവൻ നമ്മെ കരം പിടിച്ചു നടത്തുകയാണ്. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഈ 21 ദിനങ്ങൾ കഴിയുമ്പോൾ കർത്താവെ അധികം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, കർത്താവിൽ അധികം പ്രയോജനപ്പെടുവാൻ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. തിരു സാന്നിധ്യത്തിൽ ഞങ്ങൾ നിർത്തണമേ, തിരു മഹത്വത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ പരിശുദ്ധനേ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ
കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കേ, എല്ലാ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ആ കർത്താവിനെ നോക്കിയൊന്ന് നന്ദി പറഞ്ഞേ, യേശുവിന് നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. ഓ വി വർഷിപ്പ് യു ലോർഡ്. റഖന ഹംദലിറിയ ധരന ഹർതുഡ വനഗടകൾ ഒരഗദരവനെയാംതേരിയ. അപ്പാ ഈ 2022ന്റെ പ്രാരംഭ ദിനങ്ങളിൽ തിരുസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുവാൻ കർത്താവേ അങ്ങയുടെ ജനത്തെ അങ്ങ് ഒരുക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ഓ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഓ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ, യേശുവിലേക്ക് നോക്കുന്നവർ, ക്രൂശിലേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകാതെ അവൻ തല ഉയർത്തി നടക്കുമാറാക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം, ദൈവ കൃപയുടെ സാന്നിധ്യം ഈ രാത്രിയിലും ജനത്തിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിനെ നോക്കി പറയുമ്പോൾ കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഓരോ നാളും കൈവിടില്ല, ഓരോ നാളും ഉപേക്ഷിക്കില്ല, ഓരോ നാളും കൈവിടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സ്ക്രീനിലേക്ക് ഒന്ന് കൈ നീട്ടിക്കേ. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നേരെ കരങ്ങളൊന്ന് നീട്ടിക്കേ. ആത്മാവിലൊന്ന് അനുഗ്രഹിച്ചു, ആത്മാവിലൊന്ന് അനുഗ്രഹിച്ചേ. പറഞ്ഞ് യേശുവൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് അന്യോന്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അന്യോന്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റബന ഹദുരബന ഘടക. ആരെങ്കിലും ഭാരത്തോടെ ഉണ്ടെങ്കിൽ, രോഗികളായി ഉണ്ടെങ്കിൽ, ഈ രാത്രി വലിയൊരു സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ വെളിപ്പെടട്ടെ, വലിയൊരു ദൈവകൃപ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ആത്മാവിൽ അവരെ അനുഗ്രഹിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് പാടി അനുഗ്രഹിക്കുവാൻ കഴിയുമോ? ഓരോ നാളും കൈവിടില്ല പ്രിയരെ, ഓരോ നാളും ഉപേക്ഷിക്കില്ല, ഓരോ നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഓരോ നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. പറയുമോ? യേശു വിശ്വസ്തൻ, യേശു സർവശക്തൻ, യേശു രാജാതിരാജാവ്, യേശു കർത്താതി കർത്താവ്, യേശു വേഗം വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, അവൻ നമ്മെ ചേർക്കുവാൻ വേഗം വരും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. തുടർന്ന് വചന ശുശ്രൂഷയിലൂടെ കർത്താവെ അങ്ങയുടെ അഭിഷേകത്തിനെ ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിൽ അത് പ്രായോഗിക തലങ്ങളിലേക്ക് ഓരോരുത്തരെയും അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen, amen, amen. Thank you, Pastor Lordson and Albert, for leading us in a time of worship. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ നാം മൈലുകൾ അപ്പുറത്തെങ്കിലും it felt like us almost we are sitting together in our living room and worshiping, just to see you all engaging in worship. I'm so glad to see all these young people, young children joining us. Last year they blessed us. This year again they are here to bless us. We are so delighted to have them all seated in front of the screens, and we are so delighted, so thankful to the Lord for all of them. കർത്താവിനദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അവസാനിച്ചപ്പോൾ തനിപ്രകാരം പറഞ്ഞു സ്ക്രീനിലേക്ക്. Yes, we believe there are those who have joined tonight, and we know some of you are going through COVID. Right now we are praying together in the name of Jesus, the name that is above every name. Healing, we speak in the powerful name of Jesus Christ right now, and may his word come forth in its might, in its power, to do what it needs to accomplish in our lives. Hallelujah. We thank you. I have so much delight and joy to introduce and welcome Pastor Ebi Airur with us. കർത്താവിനദാസൻ കഴിഞ്ഞ വർഷം നമ്മൾ 21 days ഫാസ്റ്റിംഗ് പ്രേയർ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവിനദാസൻ നമ്മോടൊപ്പം ഉണ്ട്. ഇന്നും നാളെയും കാണും. കർത്താവിനദാസനെ ഞാൻ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സതീഷ്, കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത
പാസ്റ്റർ ലോഡ്സൺ ആൻഡ് മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കും. 21 ദിവസത്തെ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാരംഭ ദിവസത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. നല്ല ഒരു തീമാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആഴത്തിലേക്ക് ഇറങ്ങുക. അത് ആത്മീകമായ ആ നിലയിലുള്ള അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഈ പുതിയ വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകാം. Gospel of John chapter 13 and verse 15. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അത് ഇംഗ്ലീഷിലും ഞാൻ ഒന്ന് വായിക്കാം. 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. For I have set you an example that you also should do as I have done to you. കർത്താവിന്റെ ഐഹിക ജീവിതം നമുക്ക് ഒരു മാതൃകയാണ്. തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി കടന്നു വന്നതിന്റെ പിൻപിൽ ധാരാളം ദൈവിക പർപ്പസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന്, എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ തരികയായിരുന്നു. That is one of the reasons that Jesus came in his humanity. പിതാവാം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് അവിടുന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈല് അനുഗമിക്കുവാനായി അവിടുന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിരിക്കുന്നു. അത് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ് ട്രൂ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിച്ച് അനുദിനം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും കർത്താവ് അവിടുത്തെ എർത്ത്ലി ലൈഫിൽ ജീവിച്ച ആ ലൈഫ് സ്റ്റൈല് മനസ്സിലാക്കി അതും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. അതൊരു ഈസി കാര്യമല്ല. കാരണം അതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. അതിലേക്കാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത്. അതിന് നമ്മുടെ സ്വന്തം ബലം കൊണ്ട് ഇറ്റ്സ് ഇംപോസിബിൾ. അതിന് we need the spirit of Christ in us. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അല്ലാതെ കർത്താവ് ദൃഷ്ടാന്തമായി കാണിച്ചു തന്ന ആ ജീവിതം കർത്താവ് പഠിപ്പിച്ചതും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്ന് പറഞ്ഞാൽ without the Holy Spirit it is impossible. കർത്താവ് പഠിപ്പിച്ചത് മുഴുവനും അവിടുന്ന് പ്രായോഗിക തലത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു. അതിലെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. കുറിവാക്യമായി
യോഹന്നാൻ 13:15 ഞാൻ വായിച്ചു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ജീസസ് is giving us a model, an example for each of the followers of Christ or disciples of Christ to follow. ഇതൊരു കൽപ്പനയായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ വിഷയത്തിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുവാനായി ആമുഖമായി യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചൊരു ചെറിയ അറിവ് നമ്മൾക്കുണ്ടായിരിക്കും. ആദ്യത്തെ 12 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പബ്ലിക് മിനിസ്ട്രിയാണ്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യേശുവിന്റെ പ്രൈവറ്റ് മിനിസ്ട്രിയാണ് ടു ഹിസ് ഡിസൈപ്പിൾസ്, എക്സ്ക്ലൂസീവ്ലി ടു ഹിസ് ഡിസൈപ്പിൾസ്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, കർത്താവിനെ ക്രൂസിഫൈ ചെയ്യുന്നു, പിന്നെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതെല്ലാം അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21 അധ്യായത്തിൽ പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസസ്, ഇതാണ് ദ ഗോസ്പൽ ഓഫ് ജോൺ. അപ്പോൾ നമ്മൾ 13 അധ്യായത്തിലെ 15 വാക്യം എന്നൊക്കെ പറയുമ്പോൾ ഇത് എക്സ്ക്ലൂസീവായി പ്രൈവറ്റായി ഡിസൈപ്പിൾസിന് ചില കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള രാത്രി, ഏറ്റവും അവസാന മണിക്കൂറുകളിൽ നടന്ന ഒരു സംഭവമാണ് 13 അധ്യായത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ 13 അധ്യായത്തിന്റെ തന്നെ ഞാനൊരു വിഭജനം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. 13 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലാണ് ശരിക്കും ആ ഒരു സന്ദർഭം നമ്മൾ കാണുന്നത്. അന്ത്യ അത്താഴത്തിന് കർത്താവ് ശിഷ്യന്മാരുമായിട്ടിരിക്കുകയാണ്. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവിന്റെ താഴ്മയും കർത്താവിന്റെ ഹ്യൂമിലിറ്റി ആൻഡ് സെർവന്റ്ഹുഡിനെ കുറിച്ച് കർത്താവ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ആ പഠിപ്പിക്കൽ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഡെമോൺസ്ട്രേഷൻ ആണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ ജീസസ് വാഷ് ദ ഫീറ്റ് ഓഫ് ഹിസ് 12 ഡിസൈപ്പിൾസ്. യൂദസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ കാല് കർത്താവ് കഴുകുന്നു. എന്നിട്ട് 12 മുതലുള്ള വാക്യങ്ങളിലാണ് he explains the meaning of the foot washing. 21 മുതൽ 30 വരെ ജീസസിനെ ഒറ്റിക്കൊടുക്കുന്ന ജൂഡസിനെ കർത്താവ് റിവീൽ ചെയ്യുകയാണ്. 31 മുതൽ 14 അധ്യായത്തിന് 31 വരെ ആ ലാസ്റ്റ് മണിക്കൂറിൽ കർത്താവ് പറഞ്ഞ ഫസ്റ്റ് ഡിസ്കോഴ്സ് നമുക്ക് കാണാൻ കഴിയും. 15, 16 അധ്യായങ്ങളിലാണ് സെക്കൻഡ് ഡിസ്കോഴ്സ് ആൻഡ് ചാപ്റ്റർ 17 ഇതെല്ലാം കൂടെ ക്ലൈമാക്സ് ചെയ്യുന്നത് the high priestly prayer of Jesus. So 13 to 17 chapters എന്ന് പറയുന്നത് it is loaded. നിങ്ങളുടെ തീം എടുത്തിരിക്കുന്നത് പോലെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന് നമ്മൾ മാനസികമായി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇറ്റ്സ് വെരി ഡീപ്പ് വാട്ടേഴ്സ്. അത് കൃപയാൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ തയ്യാറാകുന്നത്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞു അന്ത്യ അത്താഴത്തിന് ശിഷ്യന്മാരുമായി കർത്താവ് ഇരിക്കുന്നു. ആൻഡ് അവിടെ കർത്താവ് അവരെ അവസാനത്തോളം സ്നേഹിച്ചു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 4-5 വാക്യം ശ്രദ്ധിക്കുക.
അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇത് അൺബിലീവബിൾ. അന്ത്യ അത്താഴത്തിന് 12 ശിഷ്യന്മാരുമായി കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണ് ഈ കാര്യം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ, ഇങ്ങനെ എന്തിനാ ഈ കാല് കഴുകുന്നു? അവരുടെ ഇടയിൽ നിലവിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണത്. പ്രത്യേകിച്ച് ഈ പാലസ്റ്റൈൻ്റെ കോണ്ടെക്സ്റ്റില് നമ്മള് US ഇരിക്കുന്നു, അല്ലെ ഞാനിപ്പോ ഇവിടെ അയിരൂരിരിക്കുന്നു. നമ്മളിപ്പോ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അന്ന് പാലസ്റ്റൈനിൽ ഉണ്ടായിരുന്ന ആ രീതിയും അവരുടെ ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ശരിക്കും അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്റ്റൈനിലെ ഈ റോഡുകൾ ഒക്കെ വളരെ മടിയായിരുന്നു. പൊടി പിടിച്ച ഇനി മഴയോ നനവോ വല്ല ഉണ്ടെങ്കിൽ ചള്ള പിടിച്ച റോഡുകളാണ്. അതുവഴി ആളുകൾ കാൽനടയായിട്ട് നടക്കുമ്പോൾ അവരുടെ കാലുകളിൽ അത് ഡേർട്ടി ആകും. ഇന്നത്തെ പോലെ നമുക്ക് ആധുനിക സൗകര്യങ്ങളൊന്നും വന്നില്ല. അവർ നടന്നാണ് പലയിടങ്ങളിൽ പോകുന്നത്. അതുപോലെ നമ്മളുടെ കാലിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നല്ല സോക്സ് ഉണ്ട്, ഷൂ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഇന്ന് നമുക്കൊന്നും ഉണ്ട്. എന്നാൽ അവർക്ക് അന്നുണ്ടായിരുന്നത് സാൻഡൽസ് ആണ്. ലെതർ സ്ട്രാപ്പ് കൊണ്ട് അവരുടെ കാലിന്റെ അടി മാത്രം ഇങ്ങനെ പതിക്കുന്ന സാൻഡലാണ്. അത് മേളില് ലെതർ സ്ട്രാപ്പുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇത് വെച്ചാണ് അവർ ഈ മടി റോഡുകളിലൂടെ നടക്കുന്നത്. ഓബ്വിയസ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈലുകൾ താണ്ടി പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ കാലുകളിൽ ചള്ളയും പൊടിയും ഡേർട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സാധാരണ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കസ്റ്റം എന്ന് പറയുന്നത്, ഒരു വീട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ പുറത്ത് ഒരു പിക്ചർ വെച്ചേക്കും, വെള്ളം കാണും, അവർക്ക് സ്വന്തമായിട്ട് കഴുകി അവർക്കകത്ത് കയറാം. എന്നാൽ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ, റിച്ച് പീപ്പിൾ ആണെങ്കിൽ, ജാതിക പശ്ചാത്തലത്തിലുള്ള ഒരു അടിമയെ അവർ കൂലിക്ക് വെക്കും. അയാളാണ് കഴുകി കൊടുക്കുന്നത്. അപ്പൊ ഈ ജോലി വളരെ താഴെക്കിടയിലുള്ള ജോലി ആയതുകൊണ്ട് യഹൂദന്മാരെ സാധാരണ ആ വേല ചെയ്യാൻ ആരും നിയമിക്കത്തില്ല. സാധാരണഗതിയിൽ ജാതിയിൽപ്പെട്ട ആളുകളെയാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുവാനായിട്ട് ഹയർ ചെയ്യുന്നത്. അപ്പൊ അതാണ് പൊതുവിൽ അവരുടെ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജീസസും 12 ശിഷ്യന്മാരും കൂടെ പോകുകയാണ്. അവിടെ ആരെയും നിയമിച്ചിട്ടൊന്നുമില്ല. ശരിക്കും അവിടെ ഏതെങ്കിലും ഒരു ശിഷ്യനാണ് എഴുന്നേറ്റ് എല്ലാവരുടെയും കാല് കഴുകേണ്ടത്. അപ്പൊ കാല് കഴുകേണ്ട മറ്റൊരു ആവശ്യം ഞാൻ പറയാം. ഇവർ ഈ അത്താഴത്തിനിരിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആ ഡിന്നർ ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു രീതിയല്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷില് റിക്ലൈനിങ് എന്നൊരു പദപ്രയോഗമാണ്. അപ്പൊ താഴെ ഉള്ള ഈ സെറ്റപ്പാണ്. താഴെ അവര് ഇടത്തെ കൈകൊണ്ട് ചാരി കാലുകൾ പുറമോട്ടിട്ട് വലത്തെ കൈകൊണ്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന പതിവാണ്. അപ്പൊ ഈ പുറത്തോട്ടിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഈ റിക്ലൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇടത്തെ കയ്യിൽ ചാരിക്കൊണ്ടാണ് വാസ്തവത്തിൽ അവര് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ പുറത്തോട്ട് കിടക്കുന്ന കാലുകൾ എല്ലാവർക്കും കാണാം. അപ്പൊ മടിയും ഡേർട്ടി ആയിട്ടുള്ള ഈ കാല് കാണുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഓക്വേർഡ് സിറ്റുവേഷൻ. അതുകൊണ്ട് അവരുടെ ഇടയിലെ പതിവ് എന്ന് പറയുന്നത് അത് ക്ലീൻ ചെയ്തിട്ടാണ് അകത്ത് വരേണ്ടത്. പക്ഷെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ nobody is volunteering
to wash the other person's legs. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതിനൊരു പ്രധാന കാരണമുണ്ട്. അപ്പൊ നമ്മൾ വായിച്ച 4-5 വാക്യത്തിൽ ജീസസ് അവിടുന്ന് എഴുന്നേറ്റ് വോളണ്ടിയർ ചെയ്യുകയാണ്. അങ്ങനെ ജീസസ് ചെയ്യേണ്ടി വന്നത്, ജീസസ് ഈ 3-3.5 വർഷം പഠിപ്പിച്ച് കൊണ്ട നടന്ന ഈ ശിഷ്യന്മാരിൽ ഒരാൾക്ക് പോലും ഒന്ന് എഴുന്നേറ്റ് കാല് കഴുകാനുള്ള മനോഭാവം ഉണ്ടായി. അതെന്താണ് എന്നുള്ളത് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 22-24 ഇവരുടെ മനോഭാവം എന്തായിരുന്നു? തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. They were always arguing, who is the greatest among us? ഇത് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു. അടുത്ത ദിവസം ജീസസ് ക്രൂസിഫൈഡ് ആകാൻ പോകുകയാണ്. തലേ ദിവസം രാത്രിയിലും ശിഷ്യന്മാരുടെ ഇടയിലെ പ്രശ്നം, അല്ല നമ്മളിൽ വലിയവൻ ഇപ്പൊ ആരാണ്? അപ്പൊ ഈ ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, ജീസസ് ആവർത്തിച്ച് അവരെ പഠിപ്പിച്ച ഒരു ക്ലാസ് ആണ്, ഒരു ബൈബിൾ സ്റ്റഡിയാണ് അബൌട്ട് ട്രൂ ഗ്രേറ്റ്നെസ് ഇൻ ദ കിങ്ഡം. പക്ഷെ അത് മാത്രം മനസ്സിലാകുന്നില്ല. ഈ തിരുവെഴുത്തുകൾ നമ്മൾ പഠിച്ചാല് 3 പാഷൻ പ്രഡിക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ജീസസ് പ്രവചിക്കുകയാണ്. ജീസസ് കഷ്ടങ്ങൾ അനുഭവിക്കും, യെരുശലേമിലേക്ക് പോവും, അവിടെ പീഡിപ്പിക്കപ്പെടും, ആൻഡ് he will be crucified, but he will die, and on the third day he will be risen from the dead. ഇതൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഓരോ പാഷൻ പ്രഡിക്ഷൻ കഴിഞ്ഞും സുവിശേഷകർ പറയുന്നത് they just didn't understand. ആദ്യത്തെ പാഷൻ പ്രഡിക്ഷൻ കഴിഞ്ഞാണ് പീറ്റർ പറയുന്നത്, ഒരിക്കലും അങ്ങേക്ക് ഇങ്ങനെ സംഭവിക്കരുത്. കാരണം അവരുടെ തിയോളജിയിൽ പീഡിപ്പിക്കപ്പെടുന്ന, സഫർ ചെയ്യുന്ന, മരിക്കുന്ന ഒരു മെസ്സായയ്ക്ക് സ്ഥാനമില്ല. They were heavily influenced by their traditional teaching. നമുക്കും പറ്റുന്ന ഇതൊക്കെയാണ്. എന്താണ് ട്രഡീഷണലി അവരുടെ ടീച്ചിങ്, മസ്സായ വരുമ്പോൾ അക്ഷരികമായ ദൈവരാജ്യം സ്ഥാപിക്കും, ഇപ്പോൾ ഭരിക്കുന്ന റോമാക്കാരെ അട്ടിമറിക്കും, അങ്ങനെ മസ്സയ വിൽ ബിക്കം കിങ്, ആൻഡ് നമുക്ക് കൂടെ ഉള്ളവർക്കെല്ലാം നല്ല സ്ഥാനങ്ങൾ കിട്ടും. ഇതാണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവരുടെ മനസ്സിലിരിക്കുന്നത്. പെട്ടെന്ന് ജീസസ്, പ്രത്യേകിച്ച് ആദ്യത്തെ പാഷൻ പ്രഡിക്ഷന് തൊട്ടു മുൻപാണ് ജീസസ് ചോദിക്കുന്നത്, ഹു ഡു യു സേ ഐ ആം? പീറ്റർ പറഞ്ഞു, ഓ യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. കർത്താവ് അതിനെ ശ്ലാഹിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞിട്ട് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുകയാണ്, ഒരിക്കലും നിനക്കിത് പറ്റരുത്. കാരണം അവരുടെ വേദശാസ്ത്രത്തിൽ ഒരു സഫർ ചെയ്യുന്ന മെസ്സയ്യയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ ജീസസ് പീറ്ററിനെ ശാസിക്കുന്നു, പിന്നെ അവർ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ പാഷൻ പ്രഡിക്ഷൻ കഴിയുമ്പോഴും they just don't understand what Jesus is talking. I will suffer and they will persecute me, beat me, flog me. എന്താ ഈ പറയുന്നത്? ഈ സെക്കൻഡ് പാഷൻ പ്രഡിക്ഷൻ കഴിഞ്ഞാണ് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ വായിച്ചാൽ അവിടെ ഈ ഒരു വിഷയം പൊങ്ങി വന്നിരുന്നു. വലിയവനാരാ? ഈ സഭകളിലെ മുഴുവൻ പ്രശ്നവും, നേതാക്കന്മാരുടെ മുഴുവൻ പ്രശ്നവും ഇത് തന്നെയാണ്. എന്താണ്? ഇന്നും നമ്മൾ പാഠം പഠിച്ചിട്ടില്ല. ജീസസ് കൂടെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ട്രൂ ഗ്രേറ്റ്നെസ്. നോക്കിക്കേ, മാത്യു 18:1-5 അത് ഒരു ക്ലാസ് ആണ്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരസ്യമായിട്ട് ചോദിക്കാനൊന്നും പോകത്തില്ലല്ലേ. എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്? ഞാൻ മോശക്കാരനല്ല, പക്ഷെ
ഇവര് പരസ്യമായിട്ട്, ഞാൻ ചിലപ്പോ ഓർക്കും നമ്മളെക്കാട്ടി നിഷ്കളങ്കരായിരുന്നു. കാരണം ദേ ജസ്റ്റ് യുനോ ദേ ആസ്ക് ജീസസ്, ആൻഡ് തമ്മിൽ അവർ തർക്കിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ആരെങ്കിലും 4 പേര് അല്ലെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി, എടാ കുഞ്ഞുവനെ നിന്നെക്കാട്ടി ഞാൻ വലിയവനാ, നമ്മൾ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ ഉള്ളത്തിൽ ചാക്കോച്ചൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുവൻചാനോട് അങ്ങനെ ചോദിക്കത്തില്ല. കാരണം മോശമല്ലേ, അങ്ങനെ ചോദിക്കാൻ നോക്കൂ. ഇവര് ഓപ്പണായിട്ട് ചോദിക്കുമായിരുന്നു. ഈ ഓപ്പണായിട്ട് ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് മാർക്ക് ചാപ്റ്റർ 9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ മത്തായി 18 ഞാൻ നിൽക്കട്ടെ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. വലിയവൻ പോട്ടെ, കടക്കണേ പോലും ടേൺ ആൻഡ് ബിക്കം ലൈക്ക് ചിൽഡ്രൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഓക്കെ, ആദ്യത്തെ ബൈബിൾ സ്റ്റഡി എല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുത്തു. ഓക്കെ. ഇപ്പൊ ട്രൂ ഗ്രേറ്റ്നെസ് തന്നെത്താൻ താഴ്ത്തണം. പിന്നെ സൊസൈറ്റിയിൽ ഏറ്റവും താഴെക്കടയുള്ള ആളുകളെ എല്ലാം നമ്മൾ കൈക്കൊള്ളണം, അവരെ ശുശ്രൂഷിക്കണം. പ്രൈസ് ദ ലോർഡ്. ക്ലാസ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ മത്തായി 20 വരുമ്പോൾ അതിന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ശരിക്കും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു രാഷ്ട്രീയ കളി നടക്കുന്നു. ട്രൂ ഗ്രേറ്റ്നെസ്സിന്റെ പാഠം മനസ്സിലാകാതെ ജീസസിന്റെ അടുത്ത് രാഷ്ട്രീയ കളിയുമായിട്ട് വരുന്നു. നമ്മുടെ ഈ ചർച്ചയിൽ നിന്നൊക്കെയുള്ള ഈ രാഷ്ട്രീയ കളികൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഇതൊക്കെ ബൈബിളിൽ ഈ ആദ്യത്തെ ശിഷ്യന്മാര് കളിച്ചു. നിങ്ങൾ നോക്ക്, മാത്യു 20:20-28. ആണ്ട് ഇപ്പൊ എല്ലാരും ബൈബിൾ തിരഞ്ഞെടുക്കുക. സത്യമാണോ പാസ്റ്ററെ, അങ്ങനെ രാഷ്ട്രീയ കളി ഉണ്ടായിരുന്നു? ഞാൻ നിങ്ങൾക്ക് ലെറ്റ് മീ ജസ്റ്റ് ഷോ യു ദിസ്. അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക വന്ന് നമസ്കരിച്ചവനോടൊരു അപേക്ഷ കഴിച്ചു. എന്തിനാ മമ്മിയെ കൊണ്ടുവരുന്നത്? മമ്മിക്ക് ഹോൾഡ് ഉണ്ട്. മമ്മി ആരാ? ശലോമി. ശലോമി ആരാ? യേശുവിന്റെ ആന്റി. അപ്പൊ സെബദി മക്കൾ ആരാ? യേശുവിന്റെ കസിൻസ്. കണ്ടോ, മറ്റ് 10 പേരിൽ നിന്ന് മാറി പ്രൈവറ്റായിട്ട് വന്ന് ഫാമിലി ടോക്ക് നടത്തുക. എന്താ വിഷയം? ഒരപേക്ഷ ഉണ്ട്. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണം എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. മറ്റാരും അറിയണ്ട, ഇടത്തും വലത്തും എന്റെ പുത്രന്മാർ എന്ത് ചെയ്യണം? ഇരിക്കണം. അല്ല, ആരെയാ ഇരുത്തണ്ടേ? യാക്കോബ് ഇവിടെ ഇരിക്കണം, യോഹന്നാൻ? അത് നിന്റെ ചോയ്സ്. പക്ഷെ ഇടത്തും വലത്തും പ്രോമിനന്റ് പൊസിഷൻ വേണം. കണ്ടോ, 18-ാം അധ്യായത്തിലെ പാഠം ഉൾക്കൊണ്ടില്ല. അന്നേരം നോട്ടൊക്കെ എഴുതിയെടുത്തു. പ്രൈസ് ദ ലോർഡ്. പക്ഷെ 20-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സംഗതി മാറിയിട്ടില്ല. നോക്ക്, 22-ാം വാക്യം. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്നവർ പറഞ്ഞു. എന്തായി പറയുന്നെന്ന് പോലും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പറയുക. അതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗമാണ്. ഞാൻ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോട്ടെ. 23-ാം വാക്യം. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. 24-ാം വാക്യം ശ്രദ്ധിക്കണം. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. ഈ രാഷ്ട്രീയ കളി കൊണ്ടാണ് ഈ സഭകളിലെല്ലാം ഭിന്നത ഉണ്ടാകുന്നത്. ഈ ഡിനോമിനേഷനിലെല്ലാം ഭിന്നത ഉണ്ടാകുന്നത്. നിഗള മനോഭാവം കൊണ്ടാണ് മറ്റുള്ള എല്ലാവരിലും ഞാൻ വലിയവനാണെന്നുള്ള തോന്നൽ വരുന്നത്. അതിനുവേണ്ടി തന്ത്രം മെനഞ്ഞ് സ്ഥാനങ്ങൾ പിടിക്കാൻ നോക്കുന്നത് നിമിത്തമാണ് ഈ ഡിനോമിനേഷനുകളിൽ എല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മള് പെന്തിക്കോസ്തുകാരാ,
നിങ്ങളോട് ഞാൻ പെന്തിക്കോസ്തിലെ അനുഭവത്തിലെ ഒരു കാര്യം പറയാം. പാട്ടുണ്ടോ? ഉണ്ട്. അന്യഭാഷയുണ്ടോ? ഉണ്ട്. പ്രവചനമുണ്ടോ? ഉണ്ട്. പ്രസംഗമുണ്ടോ? ഉണ്ട്. പഠിപ്പിക്കലുണ്ടോ? ഉണ്ട്. ഉപവാസമുണ്ടോ? ഉണ്ട്. യു നെയിം ഇറ്റ്, വി ഹാവ് all the spiritual ministries. ഇല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. ഐക്യതയുമില്ല, സ്നേഹവുമില്ല. എന്താ ഇത്? I am telling you the truth. We have not understood the kingdom principles. ഇത് ബാഹ്യമായിട്ടുള്ള ഒരു കുപ്പായമിട്ട് ബന്ധിക്കോസ് എന്നും പറഞ്ഞ് കൈ ആഞ്ഞടിച്ച് ധൃതിയിലടിക്കുക. കൈ ധൃതിയിലടിച്ചാൽ ദൈവരാജ്യത്തിലാണെന്ന് അർത്ഥമില്ല. എനിക്ക് ആരെങ്കിലും കൈ അടിക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ബൈബിള് 150 പ്രാവശ്യം വായിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ജീസസ് പഠിപ്പിച്ചതും ജീസസ് മോഡൽ ചെയ്തതുമായ ലൈഫ് നമ്മളെ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ട്രൂലി കിങ്ഡം പീപ്പിൾ ആണോ പ്രിയരെ? When will the church wake up? ഈ ഡിനോമിനേഷനുകൾ സെറ്റപ്പിലും ഈവൻ പ്രാദേശിക ലോക്കൽ സഭകളിലും ഇപ്പൊ ഈ കളിയാണ്. Who is the greatest among us? ചിലരതങ്ങ് വോയിസ് ചെയ്യും, ചിലര് വോയിസ് ചെയ്യത്തില്ല, പിൻപിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തന്ത്രങ്ങൾ മെനയും. ആവർത്തിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ് ഒരു പാഠം തന്നെ. They just don't seem to understand. It is the same situation in the present churches. ഇവിടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ തീം പോലെ എന്താ? ആഴത്തിലേക്കൊന്ന് ഇറക്ക്. ആഴത്തിലേക്ക് ക്രിസ്തീയ ജീവിതം ആഴത്തിലേക്ക് ഇറക്ക്. ജീസസിനെ മോഡൽ ചെയ്യ്. നമുക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ് പ്രിയരെ. അതിനുവേണ്ടി നമുക്ക് ഉപവസിക്കാം. ഈ ഗ്രീൻ കാർഡ് കിട്ടുന്നതും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതും ഡോളർ കൂടും, ഇത് ലീവ് ഓൾ ദിസ്. ഇതൊന്നും അല്ല. ഇത് ഞാൻ ചിലർ ഇതിന് ഉപവസിക്കും. എനിക്ക് അത്ഭുതമായി ഇതൊക്കെ. നമുക്കൊന്നും മാറാം. യേശുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ യേശുവിന്റെ സ്വഭാവം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അനേക ആളുകൾ വേറൊരു യേശുവിനെയാണ് അനുഗമിക്കുന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്ന നസറയനായ യേശുവിനെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ ട്രൂ ഗ്രേറ്റ്നെസ് എന്താണെന്ന് കർത്താവ് ഈ ദൈവരാജ്യ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഈ ക്ലാസ്സും മനസ്സിലായില്ല. ഇനി മത്തായിയുടെ സുവിശേഷം 23:11-12 നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പിന്നെയും ക്ലാസ്സാ. അതും മനസ്സിലായിട്ടില്ല. അന്ത്യ അത്താഴത്തിന് ഇരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി വായിച്ചു ലൂക്ക് 22:24. They are still arguing who is the greatest among us. ജീസസ് പറയുന്നത് മുഴുവനും about his humiliation. ഇവര് പറയുന്നതെല്ലാം എക്സോൾട്ടേഷൻ. നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നും. ഞാനിങ്ങനെ ഇത് ചിന്തിക്കുമ്പോൾ ഓർക്കും, ജീസസ് വാസ് റിയലി സോ പേഷ്യന്റ് അല്ലേ? നിങ്ങൾ 12 എണ്ണത്തെ ഞാൻ എടുത്തിട ഒരു ക്ലാസ് മനസ്സിലാകത്തില്ല. നമുക്കൊരു സെലക്ട് സംബഡി എൽസ്. അങ്ങനെയല്ല. ജീസസ് ഇവരിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ശരിക്കും ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവർക്ക് മനസ്സിലാകുന്നത് ആഫ്റ്റർ പെന്റക്കോസ്റ്റ്. അവിടെയാണ് എനിക്ക് പിന്നെയും പ്രശ്നം. We claim to have the same Pentecostal experience, but we have not understood. ഈ ശിഷ്യന്മാർക്ക് അന്ന് യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ ജീസസ് ദ ഗ്രേറ്റ് ടീച്ചർ അവരെ പഠിപ്പിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് പെന്റക്കോസ്റ്റൽ ആത്മാവ് അവരുടെ മേൽ വന്നതാണ്. പെന്തിക്കോസ്തുകാരായ ഞാനും നിങ്ങളും പറയുന്നു, ഓ വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. റിയലി? പക്ഷെ എന്താണ് ഇത് മനസ്സിലാകാത്തത്? യോഗം കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? അല്ലെ വർഷാവസാനത്തെ നമ്മുടെ കണക്ക് വായിക്കുകയും പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രശ്നമാണ്. ആർക്കും ആരെയും സഹിക്കാൻ കഴിയത്തില്ല. Who is the greatest? ഇതാണ് പ്രിയരെ ഇന്നും നിലനിൽക്കുന്ന കാര്യം. പഠിക്കാൻ ഭയങ്കര ഹാർഡായ ഒരു കാര്യം.
ഈ സ്ഥിതിയിൽ ആണ് അവര് ഈ അന്ത്യ അത്താഴത്തിന് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ ശിഷ്യൻ പോലും എഴുന്നേറ്റ് കാല് കഴുകുന്നില്ല. അതെന്താ? മത്തായിച്ചന്റെ കാല് കഴുകിയിട്ട് നീ കേവനൊന്നും ആകണ്ട, ആ വെള്ളം മോനങ്ങ് വാങ്ങിയത്. ഞാൻ ആ പത്രോസ് ഇരിക്കുന്നു. മത്തായിച്ചനും ഇതായിരിക്കുന്നത്, യോനാച്ചാ അങ്ങനെ മാറോട് ചേർന്നൊക്കെ ഇരുന്നു, പക്ഷെ ഞാൻ കാല് കഴുകിയിട്ട് കേവനൊന്നും ആകണ്ട, മസിൽ പിടിച്ചിരിക്കുകയല്ലോ. എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും വിചാരം they are somebody in the kingdom. അപ്പൊ യേശുവിന്റെ മനോഭാവം ശിഷ്യന്മാരുടെ മനോഭാവം തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അവരുടെ മനസ്സിലിരിക്കുന്ന ആ മനോഭാവമാണ് ലോകത്തിന്റെ സിസ്റ്റം. വേൾഡ്ലി സിസ്റ്റത്തിൽ നമുക്കറിയാം, നമ്മുടെ ഓഫീസിൽ വലിയവനാകണം എന്ത് ചെയ്യണം? നമ്മളൊരു സ്ഥലത്ത് വലിയവനാകണമെങ്കിൽ ലോകത്തിനൊരു വ്യവസ്ഥിതിയുണ്ട്. അതിന് ഘടകവിരുദ്ധമാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ. ഇറ്റ്സ് an upside down kingdom principle. പലപ്പോഴും നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു വന്നിട്ടും ഈ ലൗകികമായ ആശയമാണ് നമ്മുടെ അകത്തുള്ളത്. ഇവർ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുവിന്റെ കൂടെ നടക്കുന്നവരും യേശു പഠിപ്പിച്ചവരുമായ ആളുകൾക്ക് അന്ത്യത്താഴത്തിനിരിക്കുമ്പോഴും വേൾഡ് സിസ്റ്റമാണ് മനസ്സിൽ. They were heavily influenced by their culture. അങ്ങനെ ഞാൻ പറയാൻ കാരണം, അവര് കണ്ട ആത്മീയത എന്താണ്? ഫരീസയരും ശാസ്ത്രിമാരും അവരുടെ ഇടയിലെ വലിയ കേമന്മാരാണ്, റിലീജിയസ് എലീറ്റ് ആണ്. ഫാരിസിയും ശാസ്ത്രിയെ കുറിച്ചുമാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 7 തവണ woe unto you Pharisees and scribes. എന്താ? മുഴുവനും വേഷം കെട്ട, ആളുകൾക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, ആളുകൾക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കുന്നു, ആളുകൾക്ക് വിളങ്ങേണ്ടതിന് ധർമ്മം കൊടുക്കുന്നു, ആളുകൾക്ക് വിളങ്ങേണ്ടതിന് കാണിക്കയിടുന്നു, ആളുകൾക്ക് വിളങ്ങേണ്ടതിന് they wore those religious garbs. ഇതെല്ലാം ചെയ്യുന്നത് കേമനാകാനാ. അപ്പം ഈ കൾച്ചറാണ് ഈ ശിഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, ജീസസ് ഈസ് ടീച്ചിങ്. ജീസസ് ടീച്ച് ചെയ്യുക മാത്രമല്ല, ജീസസ് തന്റെ ലൈഫിലൂടെ അവരെ കാണിക്കുകയാണ് that he is the servant Messiah, but they just don't seem to understand. നിങ്ങൾ നോക്കിയ മത്തായി 20:28, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ജീസസ് വന്നത് എല്ലാരും, ഞാനൊരു AC മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കും, എല്ലാരും വന്ന് എന്റെ they will treat me, അതിനല്ല. Not to be served but to serve. അതാണ് ട്രൂ ലീഡർ, അതാണ് ട്രൂ ഗ്രേറ്റ്നസ്. എന്നിട്ട് അത് മാത്രമോ, അതിന്റെ ക്ലൈമാക്സാ എല്ലാവർക്കും വേണ്ടി ഒരു റാൻസമായി മാറാൻ, മറുവിലയായി മാറുവാൻ. അതല്ലേ ശരിക്കും ക്രിസ്ത്യാനിറ്റി. ഇത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കാർമൻ ക്രിസ്റ്റി നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. God became man, became a servant or a slave. എന്നിട്ട് അവസാനമോ ക്രൂശിക്കപ്പെടുകയാണ് ഒരു ക്രിമിനലിനെ പോലെ. ഡൗൺ ഡൗൺ ഡൗൺ. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഈ മനോഭാവമാണ് യേശുവിനെ അനുഗമിക്കുന്നവരിൽ ഉണ്ടാകേണ്ടത്. മറ്റേ മനോഭാവം ആരുടെയാ? ഞാൻ അത്യുന്നതന്റെ മേൽ ഇരുന്ന് വാഴും, അവന് മേൽ സിംഹാസനം ഇടും. അതാരുടെയാണ് ആ മനോഭാവം?
പലപ്പോഴും ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുടെ മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവം ആകേണ്ടതിന് പകരം ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാചിന്റെ മനോഭാവത്തിലല്ലേ മനസ്സിലെ ചിന്തകളും മനോഭാവങ്ങളും വിട്ടുകൊടുക്കുന്നത്. ഞാൻ ഈ പറയുന്ന ആശയം ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ ധരിക്കട്ടെ. അപ്പൊ ഇവിടെ ഞാൻ തിരിച്ച് 13-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2 ആപ്ലിക്കേഷൻസ് നടത്താം. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സാക്ട്ലി ഈ പ്രോബ്ലമാണ് ഇന്ന് പെന്റക്കോസ്റ്റൽ ചർച്ചസിൽ നിലനിൽക്കുന്നത്. ഞാനിപ്പം ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ ഓക്കെ, പക്ഷേ നമ്മൾ ഉപസിച്ചു പ്രാർത്ഥിക്കുന്നു, നമ്മൾ പറയുന്നു വി ആർ പെന്റക്കോസ്റ്റൽ പീപ്പിൾ. നമ്മുടെ ഇടയിൽ ഈ പ്രോബ്ലം ഉണ്ട്. ലോക്കൽ ചർച്ചസിലുമുണ്ട്, ഡിനോമിനേഷണൽ സെറ്റപ്സിലുമുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ബിക്കോസ് വി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ക്രൈസ്റ്റ്. യേശുവിനെയോ യേശു പഠിപ്പിച്ചതോ നമുക്ക് മനസ്സിലായി. ആളുകൾക്ക് വേണ്ടത് ത്രില്ലിംഗ് മെസ്സേജാ. എന്താണ് ത്രില്ലിംഗ് മെസ്സേജ്? ഓ, ഇന്ന് കണ്ട മിശ്രമേ നാളെ കാണത്തില്ല. ഓ, ഇപ്പോൾ ഏതാണ്ട് സംഭവം. സച്ച് എ നൈസ്. ജീസസിന്റെ ടീച്ചിങ് എന്തിയേ? Where is New Testament teaching? Where is kingdom principle being taught in churches? അത് നിമിത്തം എന്തു പറ്റി? നമ്മുടെ മൈൻഡ് സെറ്റ് കൾച്ചറൽ ഇൻഫ്ലുവൻസും വേൾഡ്ലി ഇൻഫ്ലുവൻസിലുമായി. രക്ഷിക്കപ്പെട്ടോ? യെസ്. ഈ ഡേഞ്ചർ നമ്മൾ തിരിച്ചറിയുക. 2-ാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ദൈവരാജ്യ തത്വം കുടുംബങ്ങളിൽ അപ്ലൈ ചെയ്താൽ പിന്നെ കുടുംബ വഴക്കുണ്ടാകുമോ? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഞാനാണ് ഈ വീട്ടിലെ വലിയ ആള് എന്ന് തോന്നുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. സകല വഴക്കിന്റെ റൂട്ട് അതാണ്. എന്നിട്ട് കുടുംബക്കോടതിയുടെ വരാന്തേ പോയി വായി നോക്കി നിൽക്കും. പെന്തിക്കോസുകാരന് നാണമില്ലേ? ഫാമിലി ബൈബിൾ കമന്ററി എന്നും പറഞ്ഞ് നെഞ്ചത്ത് വെച്ചോണ്ട് പോകും. കമന്ററി വലിയ ബൈബിൾ എടുത്തോണ്ട് കാര്യം നടക്കത്തില്ല. ഇതിന്റെ കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത്. എത്ര കുടുംബ വഴക്കാണ്! യോ, ഞാനൊരു ഉപദേശി, ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഐ എം ഷോക്ക്ഡ്. എന്തായി നടക്കുന്നത്? ഞാൻ രാവിലെയും വൈകിട്ടും ഇത് പറഞ്ഞു കൊടുക്കാൻ, ഇത് കൾച്ചറാണ് ഇവിടെ. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇതിന് നേരെ വിപരീതമാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ, ഗ്രേറ്റ്നസ് ഇൻ ദ കിങ്ഡം എങ്ങനെയാണ്? ലുക്ക് അറ്റ് മാർക്ക് 9:35. അവൻ ഇരുന്ന് പന്തിരി വരെ വിളിച്ചു. ഒരുവൻ മുൻപനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്ന് പറഞ്ഞു. അങ്ങനുണ്ട്. ഭാര്യ ചിന്തിക്കുകയാണ്, ഞാൻ ഒടുക്കലത്തെയാണ്, ദ ലാസ്റ്റ്, ഞാൻ ഭർത്താവിനെ സെർവ് ചെയ്യും. ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ, അതെന്ന് പറഞ്ഞാ പിന്നെ ദൈവത്തിന്റെ ഭരണമായല്ലോ. പിന്നെ ഒരൊറ്റ വാക്ക്, വേണ്ടാത്ത വാക്ക് വരുമോ? എന്റെ ഉള്ളിൽ, എന്റെ മനോഭാവം, നോട്ട് ബിക്കോസ് മൈ വൈഫ് ഇസ് പെർഫെക്റ്റ്, നോട്ട് ബിക്കോസ് ദി ഹസ്ബൻഡ് ഇസ് പെർഫെക്റ്റ്, imperfect people ആണ്, but because we are being ruled by King Jesus, because we practice the principles of the kingdom of God. എന്റെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡ് തന്നെ one of serving, one of becoming last. അത് ചർച്ചിൽ അപ്ലൈ ചെയ്യുക, ഫാമിലിയിൽ അപ്ലൈ ചെയ്യുക, പ്രശ്നം സോൾവ്. കൗൺസിലിങ്ങിന് പോണം. കൗൺസിലിങ് എന്തിന്? ചില വിദഗ്ധരായ പുള്ളികളുണ്ട്, കൗൺസിലറിനെ കൂടെ പഠിപ്പിച്ചേച്ചു വരും. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ്.
ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴില് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇതൊരു തരം ഒരു റിലീജിയസ് ഫാഷൻ പോലെ. ഐ റേസ് മൈ ഹാൻഡ്, വീശി വീശി പറഞ്ഞേ ബ്രദറെ, വീശി വീശി കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പറഞ്ഞേ. വാട്ട് ഈസ് ഓൾ ദിസ്? ഇതുകൊണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഐ ലവ് യു ബ്രദർ. ലവ് ശരിക്ക് വരണമെങ്കിൽ പ്രിൻസിപ്പിൾ അപ്ലൈഡ് ആകണം. ഇത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങള് കുടുംബജീവൻ നയിക്കണം, രാവിലെ എഴുന്നേറ്റ് ഹണി എന്ന് പറയണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഒടുക്കലത്തെ ഗിഫ്റ്റ് എന്നും പറഞ്ഞായിരിക്കും ഈ കൊടുക്കുന്നത്. ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ആകേണ്ടത്. ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. വേറൊരു വാക്യം മർക്കോസ് 10:44, നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ഞാൻ സഭയിൽ എല്ലാവരുടെയും സ്ലേവ് ആകുക. ഇപ്പൊ തന്നെ ചിലരുടെ മനസ്സിൽ what you are talking pastor? I'm talking exactly what Jesus said. ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാകത്തില്ല. Praise the Lord. പക്ഷേ നമ്മള് ചർച്ചിന്റെ ആ സാങ്ച്വറിയിലേക്ക് കയറി വരുമ്പോ തന്നെ നമ്മുടെ കണ്ണുകൾ ആ പ്രധാന സീറ്റില് ഇന്ന് അന്ത്രയോച്ചൻ അവിടെ ഇരിപ്പുണ്ടല്ലേ. ഞാൻ അടുത്ത മീറ്റിങ്ങിനായിട്ട് മോനെ, ഞാൻ ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഇതുമാ കൊയർ ടീമില് എന്റെ മോളെ കേറ്റാതോ, ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ബഹളമായി. പാസ്റ്റർമാരെന്ത് ചെയ്യുമെന്ന് പറ. വെറുതെ അല്ല ഈ രാവിലെ പ്രഷറിന്റെ ഗുളിക അടിക്കുന്നത്. എല്ലാരും ബന്ധിക്കോസില. നമ്മൾ ഇതൊന്ന്, എന്റെ പ്രിയരെ, ഞാൻ ഇത് ഈ നിലയിൽ ഒരു പഠന ശൈലിയിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുമ്പോൾ തിങ്ക്, പ്ലീസ് തിങ്ക്, ലെറ്റ് ദ പീപ്പിൾ ഓഫ് ഗോഡ് തിങ്ക്. ശരിക്കും ദൈവം ഈ പ്രസ്ഥാനങ്ങളെയും പ്രാദേശിക സഭകളെയും പ്രാദേശിക സഭകളിൽ ഇരിക്കുന്ന ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരെ അവർ റിയലി ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ആണോ? ദൈവമക്കൾ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ. നമ്മളെല്ലാവരും ആ ഫാമിലിയിൽ വന്നിരിക്കുക. പക്ഷെ ജ്യേഷ്ഠ സഹോദരന്റെ ആ പെരുമാറ്റച്ചട്ടവും നമ്മുടെയുമായിട്ട് ഒരു ബന്ധവുമില്ല. ജീസസ് എപ്പോഴും വിളിക്കുന്നത് ആളുകളെ എങ്ങനെയാ? കം ഫോളോ മീ. എന്താ അതിന്റെ അർത്ഥം? അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അതാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ജീസസിനെ കണ്ടുകൊണ്ടല്ലേ പിതാവാം ദൈവം പറയുന്നത്. ഞാൻ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് യേശുവിനെ പോലെ ആരും ആകുന്നില്ല, ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ആകുന്നില്ല. പക്ഷെ എവ്രി ഡേ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം 3-3.5 വർഷം കൂടെ നടന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഡേയിൽ they are still fighting over who is the greatest. അതുകൊണ്ട് ആരുടെയും കാല് കഴുകത്തില്ല. സ്തോത്രം. ഫാമിലിക്ക് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ആ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് പിന്നെ ഒന്നുകൂടെ മടങ്ങി വരാം. 4-5 വാക്യങ്ങൾ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ജീസസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീസസിന് ഇവരുടെ മനോഭാവം എല്ലാം അറിയാം. ജീസസ് ഒടുവിൽ എഴുന്നേറ്റു. ഇവരായിരുന്നു എഴുന്നേൽക്കേണ്ടത്. ഇവരുടെ പ്രശ്നം ഞങ്ങളിൽ വലിയവൻ ആരാണ്? കാരണം ലോകത്തിന്റെ സിസ്റ്റത്തിൽ കാല് കഴുകിയാൽ കാല് കഴുകുന്നത് അടിമയാണ്, കാല് കഴുകുന്ന സെർവന്റ് ആണ്. ഞാൻ ആരുടെ സെർവന്റ്? നമ്മളത് പറയത്തില്ലയോ? 10 പുത്തൻ കയറുമ്പോഴേ പറഞ്ഞില്ല ഐ എം നോട്ട് എനിബഡി സെർവന്റ്. കഴിഞ്ഞ ദിവസം ഞാന് നോക്കണേ, ഇവിടെ ഒരു വീട് വിസിറ്റ് ചെയ്തു. അവിടുത്തെ കൊച്ചുമോളെ ഗ്രാൻഡ് മദർ ഒന്ന് അടിച്ചു. ഉടനെ തിരിഞ്ഞെന്ന് പറഞ്ഞെന്താ പറയും, ഡോണ്ട് ടച്ച് മീ. നിങ്ങളോർക്കിട ഇത് കേരളത്തിലാണോ? അതെ, എരവേരി നടന്നതാ.
അങ്ങനെയാണെ പിന്നെ ഒരു 30-40 വയസ്സോ ആയാൽ എന്തായിരിക്കും വിഷയം? കുറച്ച് ആസ്തിയുണ്ട്, പിടിപാടും ഉണ്ടെങ്കിൽ അല്ലേ? ഐ എം നോട്ട് എ സെർവന്റ് ഓഫ് എനിവൺ. കഴിഞ്ഞ ദിവസം ഞാൻ യൂത്ത് ഗേൾസിന്റെ, ഞങ്ങളുടെ ചർച്ചിലെ തന്നെ, സാധാരണ അവരാണ് അതെല്ലാം നടത്തുന്നത്. പക്ഷെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഞാൻ എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നത് ഒറ്റ വിഷയമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ഐ ഡോണ്ട് നീഡ് ടു ഗെറ്റ് മാരീഡ്, വൈ ഷുഡ് ഐ? അപ്പൊ ആ ഒരു ഒറ്റ വിഷയം കേന്ദ്രീകരിച്ച് ഐ വാസ് ടോക്കിംഗ് ടു ദം. എന്നിട്ട് ഒരു ഇന്ററാക്റ്റീവ് പോലെ, ഐ ആസ്ക് ദം ക്വസ്റ്റ്യൻസ് ആൻഡ് ദേ വിൽ, അങ്ങനെ ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തത്. അപ്പൊ അവര് പല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അവര് അവരുടേതായിട്ടല്ല, ലോകത്തിൽ അവർക്ക് മനസ്സിലായത്. അപ്പൊ അതിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, നല്ല ശമ്പളമുണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒക്കും, വൈ ഷുഡ് ഐ ഗോ ആൻഡ് സറണ്ടർ ടു സംബഡി? കേരളത്തിലുള്ളവരാണ് ഇത് ചോദിക്കുന്നത്. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ സെർവന്റുകളാ ചെയ്യുന്നത്, സ്ലൈവാ ചെയ്യുന്നത്. അത് യഹൂദന്മാരെ പോലും അവർ വെക്കത്തില്ല. അവർ ജാതിയിൽപ്പെട്ട ആളുകളെയാണ് വെക്കുന്നത്. അത്ര മാത്രം താഴെക്കടയിലുള്ളതാ. അപ്പൊ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്നത്, നീ ഇരിക്കുന്നത് എന്താ, ഞാൻ നിന്റെ കാല് കഴുകുന്നു കണ്ടാന്ന്? ആ പണി അങ്ങ് വീട്ടിൽ. ഇതാ മനോഭാവം. അതിന്റെ നടുവിൽ ജീസസ് എഴുന്നേറ്റെന്ന തിരുവെഴുത്ത് പറയും. യേശുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ 15-ാം വാക്യത്തിൽ കുറിവാക്യം പറഞ്ഞ എന്താ? ഞാൻ ദൃഷ്ടാന്തം തന്നിരിക്കുന്നു, അല്ലേ? ജീസസ് എഴുന്നേറ്റ് അവിടെ പറയുന്നത്, വസ്ത്രം ഊരി വെച്ചു. ഇറ്റ് മീൻസ് ദി ഔട്ടർ ഗാർമെന്റ്, ഹി ലെയ്ഡ് ഇറ്റ് അസൈഡ്. എന്നിട്ട് അരയിൽ ഒരു ടവൽ കെട്ടി. എക്സാക്ട്ലി ഒരു സ്ലേവിന്റെ ആ ഒരു മോഡലാണ് അവിടെ കാണുന്നത്. അരയിൽ ഒരു തുവർത്ത അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യു മീൻ ഇൻക്ലൂഡിംഗ് ജൂഡസ്? യു ആർ റൈറ്റ്. 13-ാം അധ്യായത്തിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചാൽ ജീസസിന് കുറെ അറിവുകൾ ഉണ്ടായിരുന്നു. 13-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ജീസസ് knew that Judas is going to betray him. In spite of that, ജൂഡസിന്റെയും പീറ്ററിന്റെയും all the 12-ന്റെ കാല് യേശു കഴുകുക. ഓരോരുത്തരുടെ അടുക്ക ചെല്ലും, കാല് കഴുകും, എന്നിട്ട് അരയിൽ കെട്ടിയ തോർത്തുകൊണ്ട് കാല് ഡ്രൈ ചെയ്യും. അങ്ങനെ നമ്മളും അറിയാതെ പല യൂതന്മാരുടെ കാലൊക്കെ കഴുകിയിട്ടുണ്ട്, ഇല്ലേ? ഇവൻ ആ വാര വെക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ? അല്ല, അറിയാതെയാ. ആ വന്ന വരവിന് നമ്മള് വി വർ സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ന്യൂ ബ്രദർ ആൻഡ് ഒത്തിരി ലിഫ്റ്റ് ചെയ്തു, കാലും ഒക്കെ നമ്മൾ കഴുകി സെർവും ഒക്കെ ചെയ്തു. പിന്നീട് നമുക്ക് മനസ്സിലായത് ഇവൻ സൂപ്പർ പാരയാണ്. പാരയാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമോ? ജീസസ് ഡിഡ് ദാറ്റ്. ജീസസ് ഡിഡ് ദാറ്റ്. ചിന്തിക്കുക പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിന്തിക്കുക. എനിക്കറിയത്തില്ല എത്ര ഇനി സമയം എനിക്ക് ബാക്കി ഉണ്ടെന്ന്. പാസ്റ്റർ, can you just tell me how many minutes more I have? You have, Pastor, another 10 more minutes. Okay. 6-ാം വാക്യം. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. ഷോക്കിംഗ്. കാരണം യഹൂദന്മാരുടെ സംസ്കാരത്തിലോ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമക്കാരുടെ സംസ്കാരത്തിലോ ഇങ്ങനെയൊരു സംഭവമില്ല. ഗുരുവിന്റെ കാല് ശിഷ്യരാണ് കഴുകേണ്ടത്. പക്ഷെ ഇവിടെ ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് പീറ്ററിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പീറ്റർ റിയാക്ട് ചെയ്യുകയാണ്. ഉടനെ യേശുവിന്റെ മറുപടി, 7-ാം വാക്യം. യേശു അവനോട്,
ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? രണ്ട് നിലയിൽ കാണാം. ഒന്നുകിൽ കുറച്ചു കഴിഞ്ഞ് 12-ാം വാക്യം മുതൽ I will be explaining the meaning of this, then you will know. വേറെ ഒരു അർത്ഥത്തിൽ, after Pentecost, when the Spirit comes on you, the Spirit will make it clear to you. ഇപ്പൊ നിനക്കിത് അറിയത്തില്ല, കാരണം അദ്ദേഹം സമ്മതിക്കുന്നില്ല കാല് കഴുകാൻ. It's shocking to Peter. പറയാ, you don't know what's going on now, later you will know. മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിലുള്ളതല്ലെങ്കിലും വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തോട് നോക്കിക്കൊണ്ട് ഞാൻ പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾക്കറിയത്തില്ല, നാളെ നിങ്ങൾ അറിയും. ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് വിത്ത് ജീസസ്. എല്ലാ കാര്യങ്ങളും നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബോധ്യമാക്കി കർത്താവ്. അപ്പൊ കർത്താവ് 7-ാം വാക്യത്തിൽ പറഞ്ഞു, 8-9 പീറ്ററിന്റെ റിയാക്ഷൻ പിന്നെ, നീ ഒരു നാളും എന്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ ടീം, ഐ വിൽ വാഷ് യു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. രണ്ട് എക്സ്ട്രീമാ. ഒന്നുകിൽ നോ, അല്ലെങ്കിൽ കുളിപ്പിച്ചേരും, അല്ലേ? പീറ്റർ അങ്ങനെ ഉള്ള ഒരു ആളായിട്ടാണ്. അപ്പൊ കർത്താവ് അദ്ദേഹത്തെ അവിടെ തിരുത്തുന്നതാണ് 10-11 വാക്യം. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്ക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ജൂഡസിനെ കുറിച്ച് ജീസസ് ഓൾറെഡി ന്യൂ, ആൻഡ് യെറ്റ് ഹി വാഷ്ഡ് ജൂഡസ് ഫീറ്റ്. ഇപ്പൊ ഇവിടെ പറയുന്നതിനകത്ത് ഇത് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, ബട്ട് യെറ്റ് യു നീഡ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്താണ്? രക്ഷിക്കപ്പെട്ട നമ്മള്, വി ബിലീവ് ദാറ്റ് ജീസസ് ഈസ് അവർ സേവിയർ. പേഴ്സണലി നമ്മളത് ബിലീവ് ചെയ്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടു ദൈവ മക്കളായി തീർന്നു. നാം ശുദ്ധിയുള്ളവരാണ്, ബട്ട് ഡെയിലി ക്ലെൻസിങ് നമുക്ക് ആവശ്യമാണ്. 1 യോഹന്നാൻ 1:7, 8, 9 വാക്യം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. കാരണം പാലസ്റ്റൈന്റെ ഈ പൊടിപടലം നിറഞ്ഞ ഈ പാതയിലൂടെ നടന്നു വരുമ്പോൾ അടുത്ത കുളിയുടെ ആവശ്യമില്ല, കാല് കഴുകിയാൽ മതി എന്നുള്ള ആ അക്ഷരീക കാര്യത്തിന് ഒരു ആത്മീക ആപ്ലിക്കേഷൻ ഉണ്ട്. നാം ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ ചിന്തയില്, നോട്ടത്തില്, ഇടപാടില്, മനോഭാവത്തിൽ, കൊടുക്കൽ വാങ്ങയിൽ ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. We need daily cleansing. കുറവുകൾ ഏറ്റു പറയുന്നു എങ്കിൽ അവിടുന്ന് വിശ്വസ്തനാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ. ആ ആപ്ലിക്കേഷൻ ഞാൻ ഈ വാക്യങ്ങളിൽ കാണുന്നു, അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിർത്താൻ പോവുകയാണ്. ഇത് കർത്താവ് ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, അവരുടെ കാല് കഴുകിയത് കർത്താവ് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? ആക്ച്വലി ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ചർച്ചസിൽ ദേ ഹാവ് ദിസ് ഫുട്ട് വാഷിംഗ് സെറിമണി. നോ ഹാം അറ്റ് ഓൾ. ഞാൻ അതിനെതിരല്ല. ബട്ട് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മീനിങ് ആണ്. കേവലം ആ ക്രിയ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഡു ദിസ് അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ജീസസ് ഈസ് എക്സ്പ്ലെയിനിങ് ദ മീനിങ് ബിഹൈൻഡ് ദി ആക്ഷൻ.
ഈ മനോഭാവം ഇല്ലാതെ എനിക്ക് നിങ്ങളുടെ എല്ലാം കാല് കഴുകാം. മനോഭാവമാണ് വേണ്ടത്, സെർവന്റ് മനോഭാവം. അതാണ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. നിങ്ങൾ കണ്ടോ കർത്താവ്? നോ ഫോൾസ് ഹ്യൂമിലിറ്റി. ഓ, എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചോ, ഓ ഞാൻ പുഴുവും ദോഷിയും, ഇതൊന്നുമല്ല കർത്താവ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവും വിളിച്ചോ, യു റൈറ്റ്, ഞാൻ ഗുരുവും കർത്താവുമാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ദൈവരാജ്യത്തിൽ വലിയവൻ മക്കളെ ഞാൻ തന്നെയാണെന്നാണ് യേശു പറയുന്നത്. നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും അല്ലേ വിളിക്കുന്നത്? യെസ്, ഐ ആം ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം. പക്ഷെ ആ ഞാൻ നിങ്ങളുടെ കാല് കഴുകാൻ തന്നെത്താൻ താഴ്ത്തുന്നു. നിങ്ങളും തമ്മിൽ കാല് കഴുകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വലിയവൻ ആരുമില്ല. യു ഗൈസ് ആർ ഈക്വൽ and you are called to serve one another. That is true greatness. ഇതോട് ചേർന്ന് മാർക്ക് 10:45 ഞാൻ വായിച്ചതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഈ ടീച്ചിങ്സ് ഒക്കെ കർത്താവ് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. ദിസ് ഈസ് ദ മീനിങ് ഓഫ് വാട്ട് ഐ ടോട്ട്. ഇതിന്റെ ക്ലൈമാക്സ് ആണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത്. മാനവജാതിയെ മുഴുവനും സെർവ് ചെയ്യുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി he is giving himself up. ഈ മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് 15-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ പിടിച്ചു നിർത്തുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ പറയും, ആഴത്തിൽ ഇറക്കണം കേട്ടോ വല. അക്ഷരികമായി ചിന്തിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഡീപ്പർ ഇൻ ടു അവർ സ്പിരിച്വൽ ലൈഫ്. ലെറ്റ്സ് ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഇതൊരു കമാൻഡ്മെന്റ് ആണ്. ഞാൻ ഇത് കാണിച്ചു തന്നു, ഇതുപോലെ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ബി എ സെർവന്റ് ഓഫ് എവ്രി വൺ, ബി ലാസ്റ്റ്. അതാണ് കിങ്ഡത്തിൽ ട്രൂ ഗ്രേറ്റ്നെസ്. ഗോഡ് ബ്ലസ് യു.